രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം 22-ാം തീയതി, അതായത് തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണല്ലോ. കേരളത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ UPCC അധ്യക്ഷൻ ഇനിയിപ്പോൾ രാജസ്ഥാനിലെയും ഹിമാചൽ പ്രദേശിലെയും മറ്റ് PCCകളുടെയും ഒക്കെ പ്രതിനിധികൾ ഓരോ ദിവസങ്ങളിലായി ചെല്ലുന്നു. നിലവിലെ മുൻ PCC പ്രസിഡന്റ് തന്നെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തന്നെ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലൊരു ഒരു ഒരു കൃത്യമായ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് നൽകാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? കെ മുരളീധരൻ. തീർച്ചയായിട്ടും. കാരണം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ സമർപ്പണം അത് വളരെ രാഷ്ട്രീയമായിട്ടാണ് അതിനെ BJP കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഇതുപോലെ ക്ഷേത്രങ്ങൾ നാടിന് സമർപ്പിക്കേണ്ടത് ഒരിക്കലും ഭരണകർത്താക്കളല്ല. അത് ഇവിടെ പ്രധാനപ്പെട്ട ശങ്കരാചാര്യ മഠങ്ങളിലെ അധിപന്മാർ പറയുകയുണ്ടായി, അത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല, അത് മത നേതാക്കളുടെ ചുമതലയാണ് ഒരു ക്ഷേത്രം നാടിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സമർപ്പണ ചടങ്ങ് തന്നെ ശരിയല്ല. ഹിന്ദുമത വിശ്വാസമനുസരിച്ചും ഹിന്ദുമത ആചാരമനുസരിച്ചും ഒരിക്കലും ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട ചുമതലയല്ല. അത് മത നേതാക്കന്മാർ, ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്ര തന്ത്രിമാർ, അല്ലെങ്കിൽ ക്ഷേത്രം ഏത് ട്രസ്റ്റിൻ്റെ കീഴിലാണോ ആ ട്രസ്റ്റിൻ്റെ അധികാരികൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് രാജ്യത്തിന് സമർപ്പിക്കേണ്ടത്. ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ സമർപ്പണം നടത്തുന്നത് തന്നെ ഹിന്ദുമത ആചാരം അനുസരിച്ച് തെറ്റാണ്. അതുകൊണ്ട് ഹിന്ദുമത ധർമ്മങ്ങളും ആചാരങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആരും തന്നെ 22-ാം തീയതിയുള്ള അയോധ്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന സമർപ്പണ ചടങ്ങ് ഒരു മതപരമായിട്ടുള്ള ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ല എന്നുള്ള യാഥാർത്ഥ്യം ശങ്കരാചാര്യന്മാർ പോലും അംഗീകരിച്ച സാഹചര്യത്തിൽ ഇതൊരു BJP ചടങ്ങാണ് എന്നുള്ളതിന് മറ്റൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിലൊരു കൺഫ്യൂഷനും ഇന്ത്യയിൽ യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല. അതിലെല്ലാവരും ഞങ്ങളൊക്കെ ശ്രീരാമനെ ഭജിക്കുന്നവരൊക്കെ തന്നെയാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനാണ്, അല്ലാതെ അദ്ദേഹം BJPക്കാരനൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കോൺഗ്രസ് എടുത്ത തീരുമാനം 100% ശരിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ന് വെച്ചിട്ട് ആ ക്ഷേത്രത്തിൽ ആരും ഭാവിയിൽ പോകണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കേണ്ട അത്രയേ ഉള്ളൂ. അതിന് മുമ്പ് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ ദർശിക്കാം, അതിന് ശേഷം പോകാം. അതൊക്കെ ഭക്തരുടെ ഇഷ്ടമാണ്. അതിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ശ്രീ കെ മുരളീധരൻ, അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സമർപ്പണ ചടങ്ങിൽ പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ അതേ കാരണം 23-ാം തീയതിയും ബാധകമല്ലേ? പ്രധാനമന്ത്രിയാണ് അവിടെ വരുന്നത്. ശ്രീകോവിലിൽ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയും ഒക്കെ അവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രതിഷ്ഠയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുക? ഒരു നിലപാടാകുമ്പോൾ അതിനൊരു ഉറച്ച അടിത്തറ വേണ്ടേ ശ്രീ കെ മുരളീധരൻ? ആ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ പ്രതിഷേധം. ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രത്തിൽ ആർക്കും അല്ല, പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം മതപരമായിട്ടുള്ള യാതൊരു ചട്ടക്കൂടും പാലിക്കാതെ നടക്കുന്ന ഒരു സമർപ്പണ ചടങ്ങാണ്. എന്നാൽ അതിനുശേഷം അതൊരു ക്ഷേത്രമാണല്ലോ. ക്ഷേത്രത്തിൽ ചെല്ലാം, ആർക്ക് വേണമെങ്കിലും തൊഴുകാം. എത്ര വിശ്വാസികളും അവിശ്വാസികളും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്നുണ്ട്. നമ്മളതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠ വന്ന സാഹചര്യത്തിൽ 23-ാം തീയതി പോയാലും 30-ാം തീയതി പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ 22-ാം തീയതി നടക്കുന്ന സമർപ്പണ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങാണ്, ഒരു പ്രധാനമന്ത്രി നിർവഹിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് 22-ാം തീയതി ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിച്ച നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ വരുന്നില്ല.